അപ്പുറത്ത് അവർ വന്നില്ലേടി? ആര്? ഓക്കിയും സുനാമിയും. എനിക്കങ്ങനെ അറിയാം. നിനക്ക് എങ്ങനെ അറിയാന്ന്? നിങ്ങൾ ചക്കര ഈച്ചയല്ലേ? തുടങ്ങിയോ രാവിലെ? ഞങ്ങൾ നല്ല അയൽക്കാരെ, ഇനിയിപ്പോ എന്താ കുഴപ്പം? അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് അവരെന്താ വരാത്തതെന്ന്. അവർക്ക് വീട് എന്ന് പറഞ്ഞ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അതിന്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന? ഇവിടെ ഒരു വീട് എടുത്തിട്ട് അത് പൂട്ടിയിട്ടിട്ട് അങ്ങ് പോയേക്കുക. അത് ഇവിടെ കിടന്ന നാശമായി പോലെ പൊടി അടിച്ചിട്ട്. അയ്യോ, പറയുന്നത് പിന്നല്ലാണ്ട് സ്വന്തം വീട് അടിക്കാനും തൂക്കാനും ഒരു താല്പര്യമില്ലാത്ത ആളാണ് ഈ പറയണ വലിയ വർത്താനം. സ്വന്തം വീടിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ടത്. ആര് കാരണം? ഞാൻ കാരണം. നീ കാരണം മാത്രമല്ല, എന്റെ മേൽനോട്ടം ഞാൻ വഹിക്കണോണ്ടാ. പിന്നെ ഭയങ്കര മേൽനോട്ടമാണല്ലോ. രാവിലെ മുതൽ ഇവിടെ കയറിയിരുന്ന് മേൽനോട്ടം ഉണ്ടാക്കുക. ഇത് രാവിലെ മുതൽ ഇതൊക്കെ തന്നെ പണി. ചുമ്മാ ഓരോന്ന് വളവളാന്നിരുന്ന് പറയരുത് ക്ലീറ്റോ. പിന്നെ കാണിക്കണ ഒരു മര്യാദ വേണ്ടേ? മര്യാദ? അവരെന്ത് മര്യാദ കേടാ ഇപ്പൊ കാണിച്ചേ? എടി, ഒരു വീട് പൂട്ടിയിട്ടിട്ട് പോണതിന് ഒരു സമയമില്ലേ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വെളിവില്ല? അവർക്ക് വീട് വാടക എടുത്തോർത്ത് പുറത്തോട്ട് പോകണ്ടേ? അതാണ് ഞാൻ ചോദിക്കണത്. അപ്പൊ ഇത്ര നാൾ ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോ അത് കുഴപ്പമില്ല. ഇപ്പൊ അവരെ വീട് പണിയെല്ലാം തീരാറായി വന്നപ്പോ അതാണ് വലുത്. അതൊക്കെയാണ് മറ്റേ ഒരു പറച്ചിലുണ്ടല്ലോ. എന്ത് പറച്ചിലും? ഒരു പറച്ചിലും ഇല്ല. ഓൾറെഡി ചോറ് ഇവിടെയും കൂറ അവിടെയും. കേറാനും ഇറങ്ങാനും വയ്യ. രണ്ടെണ്ണം കൂടെ തുടങ്ങിയ എങ്ങനെ പറയാതിരിക്കും അമ്മേ? കാണിക്കണതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അപ്പൊ അളിയന്റെ കാല് പിടിച്ചിട്ടാണ് അപ്പുറത്ത് താമസിക്കാൻ വീട് കൊടുത്തത്. ആ വീടും പൂട്ടിയിട്ടിട്ട് പോയിട്ട് ദിവസം എത്രയായി? പൊടി അടിച്ചാൽ നാശമായി പോകില്ലേ? അല്ല, അത് അവർക്ക് എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും. എന്റെ അമ്മ ഇത്രയും നാൾ അമ്മിളിക്കൂടെ ഞാൻ അവിടെ താമസിക്കുന്നതായിരുന്നു പ്രശ്നം. ഇപ്പൊ കാണുന്നില്ല അടുത്ത പ്രശ്നം. നിങ്ങൾക്ക് ഭ്രാന്ത ശരിക്കും. അല്ല, അതെ, അവൻ ആരോടെങ്കിലും കുസ്തി പിടിച്ചോണ്ടിരുന്നില്ലെങ്കിൽ അവന്റെ നാക്ക് ചൊറിയല്ലോടാ. പിന്നെ ഇത് കുസ്തിക്കാരെ കുടുംബമല്ലേ, ഹവിൽദാർ കുടുംബം. എനിക്ക് സംശയമുണ്ട്. ഇതൊന്നും ഇവിടെ നടക്കൂല കേട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താണ് നിന്റെ ഉദ്ദേശം? ഈ വീട് ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് തോന്നുമ്പോ അങ്ങ് പോവുക, തോന്നുമ്പോ വരിക. നാശാക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് തന്നേക്കണേ. അപ്പൊ ഞാൻ വീട് തുറന്നിട്ടിട്ട് പോണോ? അത് നിന്നെ പോലെ ഒരു താടത്തുള്ളപ്പോഴും ഞങ്ങൾക്ക് കട്ടുമോട്ടിച്ച് തിന്നേണ്ട കാലം അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അന്തസ്സായിട്ട് തന്നെ ജീവിച്ചിട്ടുള്ളത്. നിനക്ക് എന്താ കുഴപ്പമെന്നോ? അത് പറ. നിനക്ക് എന്തോ കുഴപ്പം? എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ, നിങ്ങൾ 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ലല്ലോ. ആ വിഷമം താങ്ങാൻ പറ്റാതെ പറയണതാ. അതാണ് കാര്യം. ഒരു കാര്യം പറയാം, ഈ വീടെന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള വീടാണ്. ഹവിൽദാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടാണ്. അത് അതുപോലെ നിലനിർത്തണം. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവുന്ന ഞാൻ അളിയോട് പ്രത്യേകം പറഞ്ഞാണ്. ഇവന് കൊടുത്ത വീട് നാശമായി. എന്റെ പൊന്നളിയാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഹവിൽദാർ ഉണ്ടാക്കിയതാണെന്നും പഴക്കമുണ്ടെന്നും. നമ്മളെ സ്വന്തം വീട് പോലെ തന്നെയാണ് നോക്കുന്നത്. അല്ലേ? അതിനൊന്നും നീ വിഷമിക്കണ്ട. നീ നോക്കാൻ ഇങ്ങനെ ഇറങ്ങിയെന്ന് നോക്കും രാവിലെ ആവുമ്പോ. ആ നോട്ടം അല്ല പറഞ്ഞത്. ഇതൊക്കെ അധ്വാനിച്ച് ഉണ്ടാക്കിയവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാ. അത് നിനക്കറിയില്ലല്ലോ. അതുപോട്ടെ, ഇപ്പൊ നിന്റെ പ്രശ്നം ഇപ്പൊ എന്താണ്? നീ പറ, അത് പറ. എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം നീ തന്നെയാണ്. ഈ വീടും ഇതുമൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ അങ്ങനെ പോണോ? നമ്മൾ ഇവിടുന്ന് പോണോ? അയ്യോ, നീ എന്നെ കൊതിപ്പിക്കല്ലേ. എടാ പോണെന്ന് പറയാം. എത്ര നാളായി? എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് വീണ്ടും തിരിച്ച് നാളല്ലാതെ ഇവിടെ തന്നെ ഒന്ന് കിടക്കും. എന്നാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടല്ലേ കേട്ടാ. എന്തറിഞ്ഞിട്ടാണ്? എന്റെ അളിയനെ പറഞ്ഞാൽ മതി. ഹലോ അളിയാ, ഞങ്ങളിവിടുന്ന് വീട് മാറാണ് കേട്ടാ. അയ്യോ, ക്ലീറ്റസിന് ഭയങ്കര വിഷമം. ഞാൻ ഇവിടെ അടുത്ത് കിടക്കണം. ഞങ്ങൾ ഇന്ന് തന്നെ പോകും. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങൾ എടുത്തോണ്ട് പോവാം. ഓക്കെ, ശരി. കേട്ടാ, ഇമാതിരിയുള്ള നീ നിന്റെ തമാശ അടിയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടാ. അല്ല, നിന്റെ നെഞ്ചിലെ കല്ല് ഇറങ്ങിയാ ഇപ്പം. തമാശ എന്താ തിരക്കണിക്കാൻ കയറിപ്പൊടി. തമാശ കളിക്കണം എൻ്റെ അടുത്ത്. അമ്മ കണ്ട? അമ്മ കേട്ടാമ്മേ? അവൻ പറഞ്ഞത് കേട്ടാ? അവൻ എന്റെ പരിഹസിച്ചത് കേട്ടാ? ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കാൻ. എന്റെ പൊന്നടാ, അവന് നാക്കല്ല് നെല്ലില്ലാതെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. പോട്ടെ, നീ അങ്ങ് ക്ഷമിക്ക്. അല്ലല്ലേ, ഞാൻ അവനടുത്ത് വളരെ മാന്യമായിട്ട് ചോദിച്ചു. ഉടനെ അവൻ ഫോൺ എടുത്ത് ആരെ വിളിച്ചിട്ട് അവൻ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിലയില്ലാതാക്കാനാ. നീ എന്തിനാ ചിരിക്കണത്? വേണ്ട, കുറേ ചിരിച്ചാൽ മതി. കളിയാക്കലൊന്നും വേണ്ട കേട്ടാ. ഇവരെല്ലാരും കൂടെ തന്നെ എനിക്ക് വിലയില്ലാതാക്കിയത്. അതിന് ഒന്നാമത്തെ കാര്യം അമ്മയുടെ മോൻ തന്നെ. അവൻ എന്നെക്കാളും വിശ്വാസം അവനല്ലേ. അങ്ങനെ സംഭവിക്കുവോ? അങ്ങനെ സംഭവിച്ച വിളിക്കുന്നു. ഹലോ, പറയടാ.
അത് വെറുതെ അമ്പലക്കുട്ടൻ ചേട്ടൻ വെറുതെ പറഞ്ഞ. അയ്യോ അത് എപ്പോഴും പറയണ പോലെ പറഞ്ഞതാ. അമ്പലക്കുട്ടൻ ചേട്ടനൊക്കെ ശരിക്കും പോവാന്ന്. എവിടെ? അല്ല അവൻ ചുമ്മാതെ പറഞ്ഞതായിരിക്കും. നീ കനകന്റെ അടുത്ത് പറ ചുമ്മാ പറഞ്ഞതാണെന്ന്. അമ്മേ അമ്പലക്കുട്ടൻ ചേട്ടൻ ഇപ്പൊ കനകനെ വിളിച്ചിട്ടുണ്ടായി. അവര് ശരിക്കും ഇറങ്ങാണ്, ഇവിടെ ക്ലീറ്റായിട്ട് എപ്പോഴും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അവരിറങ്ങി കഴിയുമ്പോ വീടൊക്കെ ശരിക്കും നന്നാക്കി ഇടാൻ പറഞ്ഞു. അങ്ങനെ സംഭവിക്കുമോ? ഞാനൊന്ന് പോയിട്ട് വരാം. മതി മറന്നിരിക്കും. സമാധാനമല്ല നിങ്ങൾക്ക്? ഞാൻ തങ്കം ഞാൻ Alien versus Alien.